അപ്പൊ എന്നോട് ഇപ്പൊ രാവിലെ ഇവിടെ വെച്ച് എന്റെ കൂടെ പഠിച്ച ഒരാൾ ചോദിച്ചു, എന്തിനാണിത് പഠിച്ചത് എന്ന്. ഇത്രയും നല്ലൊരു ജോലി ഇല്ലേ, പിന്നെ എന്തിനാണിത് പഠിച്ചത് എന്ന് ചോദിച്ചു. പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞാൻ ശ്രുതിമാമനോടൊക്കെ പറയാം, എന്നെ കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻട്രിയുടെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിനകത്ത് വളരെ യാദൃശ്യമായ എൻട്രിയുടെ ഒരു പരസ്യം കാണുകയും അത് അപ്ലൈ ചെയ്യുകയും അതിന് വരികയും ചെയ്തു. രഘുനാഥ് സാറിന്റെ സെഷൻസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സാറ് പറയാറുണ്ട്, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഉണ്ടാവണം, അപ്പൊ എനിക്ക് ഹെൽത്ത് ഉണ്ടാവണം, എങ്കിലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഞാൻ ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ യോഗ പഠിക്കാൻ വന്നതെങ്കിലും ഇതിന്റെ മുന്നിലേക്ക് ഒരു വലിയ ഒരു കരിയർ എനിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി. ഇത് പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞാൻ ശ്രുതിമാമനോടൊക്കെ പറയാം, എന്നെ കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എക്സാം ഒന്നും പാസ്സാവും തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ശ്രുതി മാമിന്റെ അടുത്ത് പാണ്ടുണ്ട്. അപ്പൊ മാം പറയാം, അങ്ങനൊന്നും ഇല്ല, പാസ്സാവും, ഒന്നും വിഷമിക്കേണ്ടതെന്ന് വെച്ചാൽ പാസ്സായി. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതും അതിന് ഇവർ എല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടും അതൊക്കെ ഞാൻ ഓർക്കണം.